ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയത് കാരണം കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീച്ചത്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ മീനുകളുടെ കളിയൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് അവർക്ക് കഴിക്കാനൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ എൻ്റെ കിച്ചണിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവ്, ദോശമാവിനുള്ളത്. അപ്പോൾ അത് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം വീട്ടിലധികവും കുട്ടികൾക്ക് ദോശയും ഇഡ്ഡലിയും പുട്ടൊക്കെ തന്നെയാണ് ഭയങ്കര ഇഷ്ടമുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ അധികവും അത് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ വേറെ ഒന്നും അവർ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റാണ് ഉണ്ടാക്കൽ. ഞാനങ്ങനെ കോഫി ചായ അങ്ങനെ അധികം ഉണ്ടാക്കി കൊടുക്കാറില്ല. പിന്നെ ദോശയ്ക്ക് ഞാനിവിടെ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്, പച്ച ഉള്ളിച്ചമ്മന്തി. അങ്ങനെ ദോശയും ഉള്ളിച്ചമ്മന്തിയും ഇതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ലഞ്ച് ഉണ്ടാക്കാനായിട്ടോ പോകുന്നത്. കുറച്ച് സ്പീഡായി. ഞാൻ പരിപ്പൊക്കെ വേവിച്ചിട്ട് മുരിങ്ങയിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് നമ്മുടെ അരപ്പിലേക്ക് തേങ്ങ, ജീരകം, പച്ചമുളകൊക്കെ ഇട്ട് നന്നായി അരച്ചിട്ട് നമ്മുടെ ഈ അരപ്പ് മുരിങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച ശേഷം നമ്മളത് താളിച്ചു കൊടുക്കുകയാണ്. താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തടക്കാ പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഉള്ളിയും വെളുത്തുള്ളി, ഉണക്കമുളക് ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മുളക് പൊടി ഇട്ട ശേഷം നമ്മൾ നമ്മുടെ മുരിങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്, ലഞ്ചിനുള്ളത്. ഇനി ഉപ്പേരിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഓമക്കായ, പപ്പായ എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പാനിൽ ഓയിൽ ചൂടാക്കിയിട്ട് ഞാൻ കടുക് ഇടുന്നുണ്ട്. ഉണക്കമുളക്, ഉള്ളി, വെളുത്തുള്ളി ചതച്ചത്, കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മുടെ ഈ ഓമക്കായ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ തന്നെ അടച്ച് വെച്ച് വേവിച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഓമക്കായ നല്ലതാണെന്നല്ലേ പറയുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, എൻ്റെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പിന്നെ നോൺ വെജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ പപ്പടമൊക്കെ കാച്ചി എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡായത് ഇപ്പോൾ വൃശ്ചിക മാസമൊക്കെ വരില്ലേ. അപ്പോൾ ഇന്ന് എന്ത് ചെയ്തു, ഫുള്ള് ക്ലീനിങ് കാര്യങ്ങളാണ് കേട്ടോ. വീട്ടിൽ ബെഡ്ഷീറ്റ് മാറ്റലും കഴുകലും പിന്നെ അതേപോലെ സോഫയുടെ മുകളിലത്തെ തുണികൾ മാറ്റലും എല്ലാം ക്ലീനിങ് കാര്യങ്ങളും, വാതിൽ തുറക്കൽ, ജനൽ, എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ പിള്ളേരുണ്ടല്ലോ, അപ്പോൾ ഒക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ നേരെ കുളിച്ച് വന്നു. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് മുരിങ്ങയില കൂട്ടാനും അതേപോലെ നമ്മുടെ ഓമക്കായ ഉപ്പേരി, സാലഡും പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം, കണ്ടിട്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകൾ ഇനിയും ഞാൻ ഇടും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരിക്കും.